വെൽക്കം ഓൾ. നമ്മൾ നെക്സ്റ്റ് പ്രോസസ് കാൽക്കുലേഷനിൽ നമ്മൾ മെറ്റീരിയൽ ബാലൻസ് വിത്ത് കെമിക്കൽ റിയാക്ഷനിൽ തന്നെ നമ്മളുടെ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണാറുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇതിൽ ഒരു പ്രത്യേകം എന്താണെന്ന് വെച്ചാൽ വെയിറ്റ് പെർസെൻറ്റേജും തന്നിട്ടുണ്ട്, അതേപോലെ തന്നെ വോളിയം പെർസെൻറ്റേജും തന്നിട്ടുണ്ട്, അല്ലെങ്കിൽ മോൾ പെർസെൻറ്റേജും തന്നിട്ടുണ്ട് ക്വസ്റ്റ്യൻ. അതായത് ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്: എ ഫ്യൂവൽ ഹാവിങ് 88% കാർബൺ ആൻഡ് 12% ഹൈഡ്രജൻ ബൈ വെയിറ്റ് ഈസ് ബേൺ ടു എ ഫ്ലൂ ഗ്യാസ് ഓഫ് ദ ഫോളോയിങ് കോമ്പോസിഷൻ ബൈ വോളിയം. ഓക്കെ, തുടക്കത്തിൽ അത് ബൈ വെയിറ്റ് ആണ്, പക്ഷേ എൻ്റെ പ്രൊഡക്റ്റിൽ അത് എന്താണ്? ബൈ വോളിയം ആണ്. കാർബൺ ഡൈ ഓക്സൈഡ് 13.4%, ഓക്സിജൻ 3.6%, നൈട്രജൻ 83%. ഓക്കെ, കാൽക്കുലേറ്റ് എമൗണ്ട് ഓഫ് ഫ്ലൂ ഗ്യാസ് പ്രൊഡ്യൂസ്ഡ് പെർ കിലോഗ്രാം ഓഫ് ഫ്യൂവൽ പെർസെൻറ്റേജ് എക്സസ് എയർ. അപ്പോൾ ഇതിൽ നിങ്ങൾ നോക്കിക്കേ, എമൗണ്ട് ഓഫ് ഫ്ലൂ ഗ്യാസ് പ്രൊഡ്യൂസ്ഡ് പെർ കിലോഗ്രാം ഓഫ് ഫ്യൂവൽ എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, കിലോഗ്രാം ഓഫ് ഫ്യൂവൽ. ഇനിയാണെങ്കിൽ നമുക്ക് ബേസിസ് ആയിട്ട് ഫ്യൂവൽ ഇൻ കിലോഗ്രാം എടുക്കാം. ഓക്കെ, എമൗണ്ട് ഓഫ് ഫ്ലൂ ഗ്യാസ് പ്രൊഡ്യൂസ്ഡ് പെർ കിലോഗ്രാം ഓഫ് ഫ്യൂവൽ ആണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. സോ ബേസിസ് ആയിട്ട് നമുക്ക് 100 കിലോഗ്രാം ഓഫ് ഫ്യൂവൽ എടുക്കാം. ഓക്കെ അല്ലേ? ഇനി ഫ്യൂവൽ എന്തൊക്കെയുള്ളത്? 88% കാർബൺ എന്ന് വെച്ചാൽ എമൗണ്ട് ഓഫ് കാർബൺ ഇൻ ഫ്യൂവൽ എന്ന് പറയുമ്പോൾ എത്രയായിരിക്കും? 88 കിലോഗ്രാം. ഓക്കെ, അതേപോലെ തന്നെ എമൗണ്ട് ഓഫ് ഹൈഡ്രജൻ ഇൻ ഫ്യൂവൽ എന്ന് പറയുമ്പോൾ എത്രയായിരിക്കും? 12 കിലോഗ്രാം. ശരിയല്ല? ഇനി നിങ്ങളൊരു കാര്യം ശ്രദ്ധിച്ചേ, ഫ്ലൂ ഗ്യാസിൽ നമ്മൾ ആര് തന്നിട്ടുണ്ട്? കാർബൺ ഡൈ ഓക്സൈഡിനെ തന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഫ്ലൂ ഗ്യാസിൽ കാർബൺ ഡൈ ഓക്സൈഡ് തന്നിട്ടെന്ന് പറഞ്ഞാൽ നമുക്കറിയാം, കാർബണ് ഓക്സിജനുമായിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ കാർബൺ ഡൈ ഓക്സൈഡ് കിട്ടും. ശരിയല്ല? കാർബണ് ഓക്സിജനുമായിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ കാർബൺ ഡൈ ഓക്സൈഡ് കിട്ടും. ഓക്കെ, എത്ര എമൗണ്ട് ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് കിട്ടുന്ന കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ കയ്യിൽ എമൗണ്ട് ഓഫ് കാർബൺ ഉണ്ട്. ഇത് പേഴ്സൻറ്റേജ് ആണ്, അതിനിപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റില്ല. കാരണം ഞാൻ ബേസിസ് ആയിട്ട് 100 കിലോഗ്രാം ഫ്യൂവൽ എടുത്തുപോയി. ഇനി വീണ്ടും ബേസിസ് ആയിട്ട് 100 കിലോമോൾ ഓഫ് ഫ്യൂവൽ ഗ്യാസ് എടുക്കാൻ പറ്റത്തില്ല, അല്ല ഫ്ലൂ ഗ്യാസ് എടുക്കാൻ പറ്റത്തില്ല. അപ്പോൾ ഞാൻ ഓൾറെഡി ബേസിസ് എടുത്തു 100 കിലോഗ്രാം ഓഫ് ഫ്യൂവൽ. ഓക്കെ, അപ്പോൾ എമൗണ്ട് ഓഫ് കാർബൺ ഇൻ ഫ്യൂവൽ 88, എമൗണ്ട് ഓഫ് ഹൈഡ്രജൻ ഫ്യൂവൽ 12 ഗ്രാം. ഇനി എനിക്കൊരു കണക്ഷൻ എന്താണെന്ന് വെച്ചാൽ, അതായത് എൻ്റെ എയിം എന്താണെന്ന് വെച്ചാൽ ഫ്ലൂ ഗ്യാസിൻ്റെ എമൗണ്ട് കിട്ടണം, എമൗണ്ട് ഓഫ് ഫ്ലൂ ഗ്യാസ്. അതിനാകെയുള്ളൊരു കണക്ഷൻ എന്ന് പറയുന്നത് ഈ കാർബണും കാർബൺ ഡൈ ഓക്സൈഡും തമ്മിലുള്ള കണക്ഷനാണ്. അതായത് കാർബൺ കത്തിച്ചാൽ കാർബൺ ഡൈ ഓക്സൈഡ് കിട്ടും. ആ കാർബൺ ഡൈ ഓക്സൈഡ് എൻ്റെ ഫ്ലൂ ഗ്യാസിലുണ്ട്. അപ്പോൾ ബേൺ ചെയ്യുന്ന സമയത്ത് കാർബൺ ഓക്സിജനായിട്ട് റിയാക്ട് ചെയ്യും, കാർബൺ ഡൈ ഓക്സൈഡ് കിട്ടും. ഹൈഡ്രജൻ ഓക്സിജനായിട്ട് റിയാക്ട് ചെയ്യും, H2 കിട്ടും. അതിപ്പോൾ നമ്മൾ നോക്കേണ്ട കാര്യമില്ല, കാരണം പ്രൊഡക്റ്റിൽ H2ൻ്റെ എമൗണ്ട് എനിക്ക് അറിയത്തില്ല. കാരണം ഓർസാറ്റ് അനാലിസിസ് ആയിരിക്കും അവർ ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ C+O2 ഗീവ്സ് CO2. എൻ്റെ കയ്യിൽ എത്ര മോള് കാർബൺ ഉണ്ട്? എമൗണ്ട് ഓഫ് കാർബൺ ഇൻ ഫ്യൂവൽ 88 കിലോഗ്രാം ആണ്. മോൾ ആക്കുമ്പോൾ 88 ഡിവൈഡഡ് ബൈ 12, അതായത് എമൗണ്ട് ഓഫ് കാർബൺ ഇൻ ഫ്യൂവൽ ഈക്വൽ ടു 88/12 എന്താണ്? മോളാണ്. സോ 88/12 ചെയ്യുകയാണെങ്കിൽ എനിക്ക് 7.33 മോൾസ് കിട്ടും. ഓക്കെ, അപ്പോൾ 7.33 മോൾ കാർബൺ റിയാക്ട് ചെയ്യുകയാണെങ്കിൽ എനിക്ക് 7.33 മോള് കാർബൺ ഡൈ ഓക്സൈഡും കിട്ടും. കാരണം ഒരു മോള് കാർബൺ ബൈ ദ റിയാക്ഷൻ 1 മോള് കാർബൺ ഡൈ ഓക്സൈഡ് ആണ് തരുന്നത്. അപ്പോൾ 7.33 മോള് കാർബൺ ആണ് എൻ്റെ ഫ്യൂവലിലുള്ളത്. അതായത് 88 കിലോഗ്രാം ഉണ്ടെങ്കിൽ 88/12 7.33 മോളല്ല, കിലോ മോൾ. 7.33 കിലോ മോൾ കാർബൺ ആണ് എൻ്റെ ഫ്യൂവലുള്ളത്. അപ്പോൾ 1 മോൾ കാർബൺ ബേൺ ചെയ്താൽ 1 മോൾ കാർബൺ ഡൈ ഓക്സൈഡ് കിട്ടും. ഇനിയാണെങ്കിൽ 7.33 കിലോ മോൾ ഫ്യൂവൽ ബേൺ ചെയ്താൽ 7.33 കിലോ മോൾ കാർബൺ ഡൈ ഓക്സൈഡ് കിട്ടും. ശരിയല്ലേ? 7.33 കിലോ മോൾ കാർബൺ ബേൺ ചെയ്താൽ 7.33 കിലോ മോൾ കാർബൺ ഡൈ ഓക്സൈഡ് കിട്ടും. ഓക്കെ, അപ്പോൾ എമൗണ്ട് ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് ഇൻ നമ്മളുടെ ഫ്ലൂ ഗ്യാസ് എന്ന് പറയുന്നത് എന്ത് തന്നെയായിരിക്കും? 7.33 കിലോ മോൾ. ഇനി ഫ്ലൂ ഗ്യാസിൽ നമുക്ക് പറഞ്ഞിട്ടുണ്ട് കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ പേഴ്സൻറ്റേജ്. ഫ്ലൂ ഗ്യാസിൽ കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ പേഴ്സൻറ്റേജ് 13.4 ആണ്. ഇത് വോളിയം പേഴ്സൻറ്റേജ് ആണ്. നമുക്കറിയാം ഐഡിയൽ ഗ്യാസ് ഒബേ ചെയ്യുന്നു നമ്മൾ അസ്യൂം ചെയ്യുകയാണെങ്കിൽ വോളിയം പേഴ്സൻറ്റേജ് തന്നെയാണ് മോൾ പേഴ്സൻറ്റേജ്. സോ ഇത് നമുക്ക് മോൾ പേഴ്സൻറ്റേജ് ആക്കിയിട്ട് ഉപയോഗിക്കാം. ഓക്കെ, അപ്പോൾ മോൾ പെർസെൻറ്റേജ് കണ്ടുപിടിക്കാൻ നമുക്കറിയാം. അപ്പോൾ മോൾ പെർസെൻറ്റേജ് ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും?
മോൾ ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് ഡിവൈഡഡ് ബൈ ടോട്ടൽ മോൾ ഓഫ് മിക്സ്ചർ. ഓക്കെ, എന്താ വെച്ചാൽ എൻ്റെ ഗ്യാസ് മിക്സ്ചറിൽ ആരൊക്കെയുണ്ടോ അവരുടെ എല്ലാം ടോട്ടൽ മോൾ ഇൻറ്റു 100. ഇങ്ങനെയാണ് മോൾ പെർസെൻറ്റേജ് ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് കണ്ടുപിടിക്കുക അല്ലേ. മോൾ പെർസെൻറ്റേജ് ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് ഇൻ ഫ്ലൂ ഗ്യാസ് എന്താണെന്ന് ചോദിച്ചാൽ മോൾസ് ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് ഇൻഡിവിജ്വൽ ഡിവൈഡഡ് ബൈ ടോട്ടൽ മോൾസ് ഓഫ് ഗ്യാസ് ഇൻ ഫ്ലൂ ഗ്യാസ്. ഓക്കെ, അല്ലെങ്കിൽ ടോട്ടൽ മോൾസ് ഓഫ് ഫ്ലൂ ഗ്യാസ് ഇൻറ്റു 100. ശരിയല്ലേ. അപ്പോൾ ടോട്ടൽ മോൾസ് ഓഫ് ഫ്ലൂ ഗ്യാസ് എനിക്കറിയില്ല. സോ ഞാൻ അസ്യൂം ചെയ്യാണ്, അല്ലെങ്കിൽ ലെറ്റ് എക്സ് ബി ദ ടോട്ടൽ മോൾസ് ഓഫ് ഫ്ലൂ ഗ്യാസ്. ഓക്കെ, മോൾ പെർസെൻറ്റേജ് ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് ക്വസ്റ്റിൽ തന്നിട്ടുണ്ട് 13.4%. ശരിയല്ലേ, 13.4%. 13.4 ഈക്വൽ ടു മോൾസ് ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് പ്രൊഡ്യൂസ് നമ്മളിപ്പോൾ കണ്ടുപിടിച്ചിട്ടുണ്ട് 7.33 ഡിവൈഡഡ് ബൈ ടോട്ടൽ മോൾസ്. ഞാൻ എക്സ് കൊടുക്കുകയാണ്. സോ എക്സ് ഇൻറ്റു 100. ഓക്കെ, സോ എക്സ് ഇസ് ഈക്വൽ ടു 7.33 ഡിവൈഡഡ് ബൈ 13.4 ഇൻറ്റു 100. ശരിയല്ലേ. എക്സ് തിരിച്ചു വരുമ്പോൾ 7.33 ഡിവൈഡഡ് ബൈ 13.4 ഇൻറ്റു 100 എന്ന് പറയുമ്പോൾ 54.7 മോൾസ്. ഇത് കിലോ മോൾ ആയിരിക്കും. കാരണം ഞാനെല്ലാം ചെയ്തിരിക്കുന്നത് കിലോ മോളിലാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്റ്റാർട്ട് ചെയ്തത് കിലോഗ്രാമിലാണ്. അപ്പോൾ എനിക്ക് കിട്ടുന്നത് കിലോ മോളിലായിരിക്കും. ഓക്കെ, അപ്പോൾ ടോട്ടൽ എമൗണ്ട് ഓഫ് ഫ്ലൂ ഗ്യാസ് എനിക്ക് കിട്ടി. ടോട്ടൽ എമൗണ്ട് ഓഫ് ഫ്ലൂ ഗ്യാസ് അതായത് 54.7 കിലോ മോൾസ്. ഓക്കെ, ഇനി എന്നോട് ഫസ്റ്റ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്ന എമൗണ്ട് ഓഫ് ഫ്ലൂ ഗ്യാസ് പ്രൊഡ്യൂസ്ഡ് പെർ കിലോഗ്രാം ഓഫ് ഫ്യൂലാണ്. അപ്പോൾ വേണമെങ്കിൽ എനിക്ക് എന്ത് ചെയ്യാം, എന്നോട് യൂണിറ്റ് ഒന്നും പറഞ്ഞിട്ടില്ല, നമുക്ക് ഊഹിക്കാം കിലോഗ്രാം പെർ കിലോഗ്രാം ആണ് വേണ്ടത് എന്ന് ഊഹിക്കാം. അപ്പോൾ നമുക്ക് ആദ്യം കണ്ടുപിടിക്കണം വെച്ചാൽ അവറേജ് മോളിക്കുലർ മാസ് ഓഫ് ഫ്ലൂ ഗ്യാസ് കണ്ടുപിടിക്കണം. ഓക്കെ, ഫ്ലൂ ഗ്യാസിൻ്റെ അവറേജ് മോളിക്കുലർ മാസ് 13 നമുക്കറിയാം. അവറേജ് മോളിക്കുലർ മാസ് കണ്ടുപിടിക്കാൻ നമുക്ക് എളുപ്പമുള്ള വഴി എന്താണെന്ന് വെച്ചാൽ സമ്മേഷൻ ഓഫ് എക്സ് ഐ ഇൻറ്റു എം ഐ. ഓക്കെ, അതായത് 13.4% എന്ന് പറയുമ്പോൾ 0.134 ആയിരിക്കും ഇത് മോൾ ഫ്രാക്ഷൻ ഇൻറ്റു കാർബൺ ഡൈ ഓക്സൈഡ് മോളിക്കുലർ മാസ് 32, 12, 44 പ്ലസ് ഓക്സിജൻ 0.036 ഇൻറ്റു ഓക്സിജൻ്റെ മോളിക്കുലർ മാസ് 32 പ്ലസ് 0.83 അതായത് നൈട്രജൻ്റെ മോളിക്കുലർ മാസ് 28. അവറേജ് മോളിക്കുലർ മാസ് കണ്ടുപിടിക്കാനുള്ള എളുപ്പവഴി ഇതാണ്, സമ്മേഷൻ ഓഫ് എക്സ് ഐ ഇൻറ്റു അതായത് മോൾ ഫ്രാക്ഷൻ ഇൻറ്റു അതിൻ്റെ ഇൻഡിവിജ്വൽ മോളിക്കുലർ മാസ്. സോ 0.134 ഇൻറ്റു 44 പ്ലസ് 0.036 ഇൻറ്റു 32 പ്ലസ് 0.83 ഇൻറ്റു 28. സോ നമുക്ക് കിട്ടുന്ന അവറേജ് മോളിക്കുലർ മാസ് 30.288. അപ്പോൾ അവറേജ് മോളിക്കുലർ മാസ് ഓഫ് ഫ്ലൂ ഗ്യാസ് നമ്മൾ കണ്ടുപിടിച്ച് 30.288. ഇങ്ങനെയാണെങ്കിൽ നമുക്ക് ടോട്ടൽ എമൗണ്ട് ഓഫ് ഫ്ലൂ ഗ്യാസ് ഇപ്പോൾ നമ്മൾ കണ്ടുപിടിച്ചത് കിലോ മോളിലാണ്, അതിന് പകരം ഇൻ കിലോഗ്രാം കണ്ടുപിടിക്കാം. അതായത് 54.7 ഇൻറ്റു 30.288 എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന ആൻസർ ഇതായിരിക്കും 1656.7536 കിലോഗ്രാം. ഇനി എന്നോട് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്ന ഫ്ലൂ ഗ്യാസ് പെർ കിലോഗ്രാം ഓഫ് ഫീഡാണ്, അല്ലെങ്കിൽ കിലോഗ്രാം ഓഫ് ഫ്യൂലാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, ഫസ്റ്റ് പാർട്ട് എന്ന് പറയുന്നത് എമൗണ്ട് ഓഫ് ഫ്ലൂ ഗ്യാസ് പ്രൊഡ്യൂസ്ഡ് പെർ കിലോഗ്രാം ഓഫ് ഫ്യൂൽ എന്ന് പറയുമ്പോൾ 1656.7536നെ 100 വെച്ച് ഡിവൈഡ് ചെയ്യാം. അപ്പോൾ നമുക്ക് ആൻസർ എന്ത് കിട്ടും, 16.5675 കിലോഗ്രാം പെർ കിലോഗ്രാം എന്ന് പറയുമ്പോൾ യൂണിറ്റ് ഉണ്ടാവില്ല. ഓക്കെ, ഇതാണ് ഫസ്റ്റ് പാർട്ട്, എമൗണ്ട് ഓഫ് ഫ്ലൂ ഗ്യാസ് പ്രൊഡ്യൂസ്ഡ് പെർ കിലോഗ്രാം ഓഫ് ഫ്യൂൽ 16.5675. ഇനി രണ്ടാമത്തെ പാർട്ട് എന്ന് പറയുന്നത് എന്നോട് പെർസെൻറ്റേജ് എക്സസ് എയർ ആണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, പെർസെൻറ്റേജ് എക്സസ് എയർ കണ്ടുപിടിക്കാൻ ഞാൻ നേരത്തെ പറഞ്ഞു, നിങ്ങൾക്ക് വേണമെങ്കിൽ എയർ സപ്ലൈഡ് കണ്ടുപിടിക്കാം, എന്നിട്ട് എയർ റിയാക്ട് ചെയ്തതും കണ്ടുപിടിക്കാം. അതല്ലെങ്കിൽ ഓക്സിജൻ സപ്ലൈഡ് കണ്ടുപിടിക്കാം, എന്നിട്ട് ഓക്സിജൻ റിയാക്റ്റഡ് കണ്ടുപിടിക്കാം.
ഓക്കെ. ഓക്സിജൻ സപ്ലൈഡ് കണ്ടുപിടിക്കാൻ എളുപ്പ വഴി എന്താണെന്ന് വെച്ചാൽ നമ്മൾ നൈട്രജനെ പിടിച്ചാൽ മതി. എന്നത്തെയും പോലെ നൈട്രജനെ പിടിക്കാം. നൈട്രജൻ 83% ഉണ്ട്. നൈട്രജൻ പെർസെൻറ്റേജ് 83 ഇൻ ഫ്ലൂ ഗ്യാസ്. ഫ്ലൂ ഗ്യാസിൻ്റെ ടോട്ടൽ എമൗണ്ട് ഞാൻ കണ്ടുപിടിച്ചിട്ടുണ്ട്. ടോട്ടൽ എമൗണ്ട് ഓഫ് ഫ്ലൂ ഗ്യാസ് ഞാൻ കണ്ടുപിടിച്ചിട്ടുണ്ട്. എത്രയാണ്? 54.7 കിലോമോൾ. ഓക്കെ. ഇങ്ങനെയാണെങ്കിൽ എമൗണ്ട് ഓഫ് നൈട്രജൻ ഇൻ ഫ്ലൂ ഗ്യാസ് എന്ന് പറയുന്നത് എത്രയായിരിക്കും? 83%. അതായത് 83/100 ഇൻറ്റു 54.7 അല്ലെങ്കിൽ 0.83 ഇൻറ്റു 54.7 എന്ന് വെച്ചാൽ 45.401. ഇത്രയും കിലോമോള് നൈട്രജനാണ് ഫ്ലൂ ഗ്യാസിലുള്ളത്. അപ്പോൾ നൈട്രജൻ ഫ്ലൂ ഗ്യാസ് എന്ന് വെച്ചാൽ പ്രൊഡക്റ്റാണ്. അപ്പം നൈട്രജൻ നമുക്കറിയാം റിയാക്ഷനിൽ പങ്കെടുക്കുന്നില്ല. അപ്പം നൈട്രജൻ എൻറ്ററിങ്, ഓക്കെ, നൈട്രജൻ എൻറ്ററിങ്ങും നൈട്രജൻ ഇൻ ഫ്ലൂ ഗ്യാസും സെയിം ആയിരിക്കും. ഓക്കെ. എമൗണ്ട് ഓഫ് നൈട്രജൻ എൻറ്റേർഡ് അല്ലെങ്കിൽ എമൗണ്ട് ഓഫ് നൈട്രജൻ ഫ്ലൂ ഗ്യാസ് എന്ന് പറയുന്നത് സെയിം ആയിരിക്കും. അപ്പോൾ എമൗണ്ട് ഓഫ് നൈട്രജൻ സപ്ലൈഡ് എന്ന് പറയുന്നത് എന്ത് തന്നെയായിരിക്കും? 45.401. ഓക്കെ. നൈട്രജൻ സപ്ലൈഡ് 45.401. അപ്പോൾ നമുക്ക് ഓക്സിജൻ സപ്ലൈഡ് കണ്ടുപിടിച്ചുകൂടെ? ഞാൻ പറഞ്ഞു 79 മോള് നൈട്രജൻ കയറുമ്പോൾ കൂട്ടത്തിൽ 21 മോള് ഓക്സിജൻ കയറും. 45.401 മോള് നൈട്രജൻ കയറുകയാണെങ്കിൽ 45.401 × 21/79. അതെല്ലാം നിങ്ങൾക്ക് എയർ വെച്ചിട്ടാണ് കണ്ടുപിടിക്കുന്നതെങ്കിൽ ഇങ്ങനെ ചെയ്താൽ മതി. 79 മോള് നൈട്രജൻ കയറണമെങ്കിൽ 100 മോള് എയർ ഞാൻ സപ്ലൈ ചെയ്യണം. അപ്പോൾ 45.401 മോള് നൈട്രജനാണ് ഉപയോഗിക്കുന്നതെങ്കിൽ എത്ര എയർ ഞാൻ സപ്ലൈ ചെയ്തിട്ടുണ്ടാവും? എന്താ വരിക? 45.401 × 100 ഡിവൈഡഡ് ബൈ 79. ഓക്കെ. 79 മോൾ നൈട്രജൻ സപ്ലൈ ചെയ്യണമെങ്കിൽ 100 മോൾ എയർ ഞാൻ സപ്ലൈ ചെയ്യണം. അപ്പോൾ 44.01 നൈട്രജനാണ് ഈ പ്രോബ്ലത്തിൽ സപ്ലൈഡ്. ഇങ്ങനെയാണെങ്കിൽ എത്ര മോൾ എയർ സപ്ലൈഡ് എന്ന് വെച്ചാൽ 45.401 × 100 ഡിവൈഡഡ് ബൈ 79. സോ നമുക്ക് 57.4696 ഇതാണ് എമൗണ്ട് ഓഫ് എയർ സപ്ലൈഡ്. ഓക്കെ. ഇനി എമൗണ്ട് ഓഫ് ഓക്സിജൻ റിയാക്റ്റഡ് കണ്ടുപിടിക്കണം. ഓക്കെ. ഇതല്ലെങ്കിൽ എമൗണ്ട് ഓഫ് എയർ സപ്ലൈഡ് അല്ലെങ്കിൽ നിങ്ങൾക്ക് എമൗണ്ട് ഓഫ് ഓക്സിജൻ സപ്ലൈഡ് കണ്ടുപിടിക്കാം. എമൗണ്ട് ഓഫ് ഓക്സിജൻ സപ്ലൈഡ് കണ്ടുപിടിക്കാൻ ഇനി എളുപ്പ വഴി എന്താ വെച്ചാൽ ഇതിൻ്റെ 21% എടുത്താൽ മതി. കാരണം എയറിൽ 21% ആരാണ്? ഓക്സിജനാണ്. സോ ഇതിൻ്റെ 21%, അതായത് 56.4696ൻ്റെ 21% എടുത്താലും മതി. അതായത് 12.0686. ഓക്കെ. ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് ഇഷ്ടമുള്ള വഴി പോവുക. ഒന്നുകിൽ ഓക്സിജൻ സപ്ലൈഡ് കണ്ടുപിടിക്കുക അല്ലെങ്കിൽ എയർ സപ്ലൈഡ് കണ്ടുപിടിക്കുക. രണ്ടും കണ്ടുപിടിക്കണമെന്നൊന്നുമില്ല. ഞാൻ പറഞ്ഞ രണ്ട് രീതിയിൽ ചെയ്താലും എനിക്ക് ആൻസർ ഒന്നായിരിക്കും എന്ന് കാണാൻ വേണ്ടിയിട്ട് ഞാൻ ചെയ്തു എന്നേ ഉള്ളൂ. അപ്പോൾ എമൗണ്ട് ഓഫ് എയർ സപ്ലൈഡ് ആണ് കണ്ടുപിടിക്കുന്നെങ്കിൽ 57.4696. ഓക്സിജൻ സപ്ലൈഡ് ആണെങ്കിൽ നിങ്ങൾക്ക് 12.0686. നമ്മൾ കഴിഞ്ഞ പ്രോബ്ലത്തിൽ ഡിസ്കസ് ചെയ്ത പോലെ തന്നെ നമുക്ക് ഓക്സിജൻ സപ്ലൈഡ് കണ്ടുപിടിക്കാം ഡയറക്റ്റ് നൈട്രജൻ വെച്ചിട്ട്. അതായത് 79 മോള് നൈട്രജൻ ആണെങ്കിൽ 21 മോള് ഓക്സിജൻ കയറും. ഓക്കെ. അപ്പോൾ 45.401 നൈട്രജൻ ആണെന്നുണ്ടെങ്കിൽ 45.401 × 21 ഡിവൈഡഡ് ബൈ 79. ആ വാല്യൂ തന്നെയായിരിക്കും 12.0686 തന്നെയായിരിക്കും. ഇനി എമൗണ്ട് ഓഫ് ഓക്സിജൻ റിയാക്റ്റഡ് കണ്ടുപിടിക്കാൻ നമുക്ക് നമ്മുടെ കയ്യിൽ റിയാക്ഷൻസ് നോക്കാം. ആകെ ഒരു റിയാക്ഷനേ നമ്മുടെ കയ്യിലുള്ളൂ അല്ലേ? ഏതാ? കാർബൺ കത്തുന്ന കാർബൺ ഡൈ ഓക്സൈഡ് ആവും. ഓക്കെ. അപ്പോൾ എത്ര കാർബൺ എൻ്റെ കയ്യിലുണ്ട്? 7.33 കിലോമോൾ കാർബൺ എൻ്റെ കയ്യിലുണ്ട്. ഓക്കെ. എമൗണ്ട് ഓഫ് ഓക്സിജൻ റിയാക്റ്റഡ് എന്ന് പറയുമ്പോൾ അപ്പോൾ എത്ര തന്നെയായിരിക്കും? 7.33 കിലോമോൾ തന്നെയായിരിക്കും. കാരണം എൻ്റെ റിയാക്ഷൻ എന്ന് പറയുന്നത് C+O2 ഗീവ്സ് CO2. ഓക്കെ. ഇനി നമ്മളുടെ മെയിനായിട്ട് ഞാൻ ഹൈഡ്രജൻ്റെ റിയാക്ഷൻ എടുക്കുകയാണെങ്കിൽ H2 + half O2 ഗീവ്സ് H2. ഓക്കെ. ഈ റിയാക്ഷനും അവിടെ നടന്നിട്ടുണ്ട്. പക്ഷേ ഞാൻ എൻ്റെ കോമ്പോസിഷനിൽ പറയാത്തതിൻ്റെ റീസൺ എന്താണെന്ന് ചോദിച്ചാൽ ഞാൻ ഓർസാറ്റ് അനാലിസിസ് ആയിരിക്കും ചിലപ്പോൾ ഉപയോഗിച്ചിട്ടുണ്ടാവും. ഓക്കെ. അപ്പോൾ കാർബൺ ഓക്സിജനായിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ
കാർബൺ ഡൈ ഓക്സൈഡ്, ഹൈഡ്രജൻ ഓക്സിജനായിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ വാട്ടർ. അപ്പോൾ ഈ റിയാക്ഷൻ മാത്രമല്ല, അഡീഷണൽ ആയിട്ട് റിയാക്ഷൻ കൂടെ ഉണ്ട്. കാരണം എൻ്റെ ഫ്യൂവലിൽ 88 കിലോഗ്രാം കാർബണും ഉണ്ട്, 12 കിലോഗ്രാം ഹൈഡ്രജനും ഉണ്ട്. 88 കിലോഗ്രാം കാർബൺ എന്ന് വെച്ചാൽ 7 കിലോമോൾ, 7.33 കിലോമോൾ കാർബൺ. അപ്പോൾ ഓക്സിജൻ റിയാക്റ്റഡ് 7.33 കിലോമോൾ. ഇനി എൻ്റെ കയ്യിൽ 12 കിലോഗ്രാം ഹൈഡ്രജൻ ഉണ്ട് എന്ന് വെച്ചാൽ 12/2 6 കിലോമോൾ ഹൈഡ്രജൻ. അപ്പോൾ എനിക്ക് ഓക്സിജൻ എത്ര വേണം? 1 കിലോമോൾ ഹൈഡ്രജന് ഹാഫ് കിലോമോൾ ഓക്സിജൻ. അപ്പോൾ 6 കിലോമോൾ ഹൈഡ്രജന് 3 കിലോമോൾ ഓക്സിജൻ. സോ പ്ലസ് 3 കിലോമോൾ. ഓക്കെ, അപ്പോൾ ടോട്ടൽ 10.33 കിലോമോൾ ആണ് തിയററ്റിക്കലി ഓക്സിജൻ റിക്വയർഡ്. 10.33 കിലോമോൾ ആണ് തിയററ്റിക്കലി ഓക്സിജൻ റിക്വയർഡ്. ഓക്കെ, ഇനി ഓക്സിജൻ സപ്ലൈഡ് എത്രയാണ്? 12.0686 അല്ലെങ്കിൽ 12.07. അപ്പോൾ നിങ്ങൾക്ക് പെർസെൻറ്റേജ് എക്സസ് ഓക്സിജൻ ആണ് നിങ്ങൾ കണ്ടുപിടിക്കുന്നതെങ്കിൽ നിങ്ങൾ നോക്കിക്കേ, ഓക്സിജൻ സപ്ലൈഡ് 12.07, ഓക്കെ, മൈനസ് ഓക്സിജൻ തിയററ്റിക്കലി റിക്വയർഡ് 10.33 ഡിവൈഡഡ് ബൈ 10.33 ഇൻറ്റു 100. ഇത്രയും ചെയ്താൽ മതി. അതായത് 12 മൈനസ് 10.33 ഡിവൈഡഡ് ബൈ 10.33 എന്ന് പറയുമ്പോൾ 16.83% കിട്ടും. ഓക്കെ, ഇനി നിങ്ങൾ പെർസെൻറ്റേജ് എക്സസ് ഓക്സിജന് പകരം എയർ ആണ് ചെയ്യുന്നതെങ്കിൽ, ഇപ്പോൾ ഞാൻ തിയററ്റിക്കലി റിക്വയർഡ് ഓക്സിജൻ കണ്ടുപിടിച്ചത്രയേ ഉള്ളൂ. എൻ്റെ ഫസ്റ്റ് റിയാക്ഷൻ 7.33 കിലോമോൾ കാർബണിന് 7.33 കിലോമോൾ ഓക്സിജൻ വേണം. 6 കിലോമോൾ ഹൈഡ്രജൻ ആണ് എൻ്റെ കയ്യിലുള്ളത്. എന്ന് വെച്ചാൽ 18 കിലോഗ്രാം ഹൈഡ്രജൻ എന്ന് വെച്ചാൽ 6 കിലോമോളാണ്. അപ്പോൾ അതിൻ്റെ പകുതി, അതായത് ഒരു ഹൈഡ്രജന് ഹാഫ് മോളാണ്. 3 കിലോമോൾ ഓക്സിജൻ വേണം. അപ്പോൾ ടോട്ടൽ 10.33. സോ ഓക്സിജന് പകരം ഞാൻ എയർ റിയാക്റ്റഡ് ആണ് കണ്ടുപിടിക്കുന്നതെങ്കിൽ ഞാൻ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ടോട്ടൽ 10.33 ആണ്. ഓക്കെ, 21 കിലോമോൾ ഓക്സിജൻ റിയാക്ട് ചെയ്യണമെങ്കിൽ 100 കിലോമോൾ എയർ കയറണം. അപ്പോൾ 10.33 റിയാക്ട് ചെയ്യണമെങ്കിൽ 10.33 ഇൻറ്റു 100 ഡിവൈഡഡ് ബൈ 21, അതായത് 49.19. ഇതാണ് എയർ റിയാക്റ്റഡ് എന്ന് പറയുന്നത്. ഓക്കെ, 49.19, അതായത് 10.33 കറസ്പോണ്ടിങ് ആയിട്ടുള്ള എയറിൻ്റെ എമൗണ്ട്. അതേപോലെ തന്നെ 12.07 കറസ്പോണ്ടിങ് ആയിട്ടുള്ള എയറിൻ്റെ എമൗണ്ട് എന്ന് പറയുന്നത് 57.4696 ആണ്. എന്ന് വെച്ചാൽ 57.47. സോ ഇത് ചെയ്യുകയാണെങ്കിലോ ഡിവൈഡഡ് ബൈ 49.19 ഇൻറ്റു 100 ഇത് ചെയ്യുകയാണെങ്കിലും 16.83% കിട്ടും. കാരണം എന്താണെന്ന് വെച്ചാൽ ഓക്സിജൻ റിയാക്റ്റഡിനെ ഓക്സിജൻ സപ്ലൈഡിനെ എയർ സപ്ലൈഡ് ആക്കാൻ ഉപയോഗിക്കുന്ന കൺവേർഷനും ഓക്സിജൻ റിയാക്റ്റഡിനെ എയർ റിയാക്റ്റഡ് ആക്കാൻ ഉപയോഗിക്കുന്ന കൺവേർഷനും സെയിം ആണ്. ഇങ്ങനെയാണെങ്കിൽ പെർസെൻറ്റേജ് എക്സസ് എയറും പെർസെൻറ്റേജ് എക്സസ് ഓക്സിജനും എന്ത് തന്നെയായിരിക്കും? സെയിം ആയിരിക്കും. അപ്പോൾ നിങ്ങൾ ഇവിടെ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ എനിക്ക് നൈട്രജൻ്റെ എമൗണ്ട് ആദ്യം കണ്ടുപിടിക്കാം. അപ്പോൾ ഞാൻ ആദ്യം എമൗണ്ട് ഓഫ് ഫ്ലൂ ഗ്യാസ് കണ്ടുപിടിച്ചിട്ടുണ്ട്. എമൗണ്ട് ഓഫ് ഫ്ലൂ ഗ്യാസിൽ 83% നൈട്രജനാണ്. ഇങ്ങനെയാണെങ്കിൽ എമൗണ്ട് ഓഫ് നൈട്രജൻ എനിക്ക് കണ്ടുപിടിക്കാം. സോ എമൗണ്ട് ഓഫ് നൈട്രജന് കറസ്പോണ്ടിങ് ആയിട്ട് നിങ്ങൾ എന്ത് കണ്ടുപിടിക്കാം? എമൗണ്ട് ഓഫ് ഓക്സിജൻ കണ്ടുപിടിക്കാം. അതായിരിക്കും എമൗണ്ട് ഓഫ് ഓക്സിജൻ സപ്ലൈഡ്. ഇനി ഓക്സിജൻ റിയാക്ടർ കണ്ടുപിടിക്കാൻ എൻ്റെ മെയിൻ 2 റിയാക്ഷനാണുള്ളത്. C+O2 gives CO2, H2 + R4 gives H2. സോ എൻ്റെ കയ്യിൽ 7.33 കിലോമോൾ കാർബൺ ആണുള്ളത്. അപ്പോൾ 7.33 കിലോമോൾ ഓക്സിജൻ റിക്വയർഡ് ആണ്. അതേപോലെ 6 കിലോമോൾ ഹൈഡ്രജൻ ആണുള്ളത്. അപ്പോൾ 3 കിലോമോൾ ഓക്സിജൻ റിക്വയർഡ് ആണ്. അപ്പോൾ ടോട്ടൽ 10.33 കിലോമോൾ ഓക്സിജൻ റിക്വയർഡ് ആണ്. ഓക്കെ, സോ ഇതാണ് എൻ്റെ വേറൊരു മോഡൽ, മെറ്റീരിയൽ ബാലൻസ് വിത്ത് കെമിക്കൽ റിയാക്ഷനുള്ള പ്രോബ്ലം. ഓക്കെ, താങ്ക് യു.